വരൂ. തലസ്ഥാന നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആർഷഭാരത സംസ്കാരം കാണാം. സംസ്കാരത്തിന്റെ സ്റ്റഡി ക്ലാസ് എടുക്കുന്നവരാണല്ലോ. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവരെ കുറിച്ച് പറയുന്നത് അവരെല്ലാം ഗുണ്ടകളാണ്, സംസ്കാരമില്ലാത്തവരാണ്, ക്രിമിനലുകളാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ബി.ജെ.പിക്കാർ തറവാടികളാണ്, സംസ്കാര സമ്പന്നരാണ്. ആ സംസ്കാര സമ്പന്നരിൽ ഒരാളായിട്ടുള്ള ചെമ്പഴന്തി ഉദയൻ എന്ന ബി.ജെ.പി. കൗൺസിലറുടെ ആർഷഭാരത സംസ്കാരം കണ്ടുപഠിക്കൂ. ശാഖ ട്രെയിനിങ് ആണ്. കേട്ടല്ലോ. മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ജി കാർത്തികേയനാണ് ശബരിനാഥന്റെ അപ്പനെ വിളിച്ചതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവൊക്കെ പോട്ടെ, എന്നിരുന്നാലും ഒരു സഭാതലത്തിൽ എന്ത് പറയാം എന്ത് പറഞ്ഞൂടാ എന്നതിനെ സംബന്ധിച്ചുള്ള ആർഷഭാരത സംസ്കാര ശാഖ ട്രെയിനിങ്ങിലൂടെ കിട്ടിയ അറിവാണ്. അദ്ദേഹത്തിന്റെ സംസാര ശൈലി, രീതികൾ ഒക്കെ കാണുമ്പോൾ ആരും ഗുണ്ടാ ശൈലിയാണെന്നോ ക്രിമിനൽ ശൈലിയാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ. കാര്യമെന്ന് പറഞ്ഞാൽ അതൊന്നും തറവാടിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള ശാഖാക്കാരിൽ ഇല്ലാത്തതെന്നാണ് സംഘികൾ പറയുന്നത്. പക്ഷേ പ്രവൃത്തി നിങ്ങൾ കണ്ടില്ലേ? ഒരു കാര്യം കൂടി ആലോചിക്കാം. എന്തായിരുന്നു ഇന്നലെ അവിടുത്തെ പ്രശ്നം? അറ്റൻഡൻസ് രജിസ്റ്ററിൽ സുഗതന്റെ കള്ള ഒപ്പുകളെ സംബന്ധിച്ച് ശബരിനാഥൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാട്ടിക്കൊടുത്തത് കണ്ടപ്പോഴാണ് പൊടുന്നനെ ഹാലിളക്കവുമായിട്ട് ഉദയൻ അവിടെ അവതരിച്ചത്. വനിതാ കൗൺസിലർമാർക്കിടയിൽ കിടന്ന് അദ്ദേഹം കാട്ടിയ നെകിളിപ്പ് നമ്മൾ കണ്ടതാണ്. അതായത് കള്ളം കയ്യോടെ പിടിക്കുന്നു എന്ന് കാണുമ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സുഗതൻ പങ്കെടുക്കാത്ത കൗൺസിൽ യോഗത്തിന്റെ ഒപ്പ് വ്യാജമായി ആ രജിസ്റ്ററിൽ കയറിയതായിട്ടാണ് ആരോപണം. അത് കയ്യോടെ പിടിക്കുമെന്ന് കണ്ടപ്പോൾ ആർഷഭാരത സംസ്കാരക്കാരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് ചാടിയതാണ്. ആ പുറത്ത് ചാടി അദ്ദേഹം ആ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് വിളിച്ചു കൂവിയത് ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെയും നിന്നില്ല, ഒരു പടി കൂടി കടന്ന് പിന്നെയും വെല്ലുവിളി നടത്തി. പോലീസൊക്കെ ചുക്കാണത്ര. പോലീസ് സംരക്ഷണം കിട്ടിയാലും നീ നോക്കിക്കോ. കണ്ടല്ലോ, യഥാർത്ഥ നാടകം കളിക്കാർ ആരാണ് എന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാം. ഷർട്ട് ജസ്റ്റ് ഒന്ന് കീറിയതിനെ മിനിറ്റുകൾക്കകത്ത് വലിച്ചു കീറി ഇങ്ങനെ തന്നെ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കാനുള്ള ആ കഴിവാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർഷഭാരത സംസ്കാരക്കാരും ശാഖ ട്രെയിനിങ്ങും കഴിഞ്ഞവർ, പുറമെ വെളുക്ക ചിരിക്കുകയും വിനയാന്വിതരായി അഭിനയിക്കുകയും ചെയ്യുന്നവർ, അവരുടെ കാപട്യങ്ങൾ പിടിക്കുമെന്നറിഞ്ഞാൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു റിയൽ സ്വഭാവമുണ്ട്. ആ സ്വഭാവം എടുത്ത് പുറത്ത് ചാടിയതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, പുറത്ത് കാണിക്കുന്ന വിനയത്തിനപ്പുറം ഉള്ളാലെയുള്ള ആ ആർഷഭാരത സംസ്കാരവും ആ വാചകങ്ങളൊക്കെ ഒന്ന് കേട്ടിരിക്കുന്നതും ഒന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ്. കേരളത്തിൽ പൂക്കിച്ചിരിയിൽ മയങ്ങി വീണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ കൃത്രിമ വിനയവും കൃത്രിമ ഭവ്യതയായിട്ടൊക്കെ നടക്കുന്നവരുടെ റിയൽ മുഖമല്ല അത്. അവരുടെ റിയൽ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ക്യാമറ ഓഫ് ആകണം, അപ്പോൾ പുറത്തേക്ക് വരും. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ആ ഒളിപ്പിച്ചു വെച്ചിരുന്ന കൃത്രിമ മുഖം ക്യാമറകൾക്ക് മുന്നിൽ പ്രകടമാകാൻ അവസരമുണ്ടായത് ആ ഒരൊറ്റ കള്ളം കൈയോടെ പിടിക്കുമെന്നുള്ള തിരിച്ചറിവാണ്.